വി സജിനി, ഒരുപക്ഷെ ഈ പിണറായിയുടെ നട്ടലിന് അത്ര കട്ടി വേണ്ടെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഈ ദേശീയപാതയുടെ കരാർ പണി കൊടുത്ത കമ്പനികൾ കരിമ്പട്ടികയിൽ പെടുത്തേണ്ടി വരുന്നത്, ഇലക്ട്രൽ ബോണ്ടിന് പണം നൽകിയ കമ്പനികളെ കരാർ ഏൽപ്പിക്കുന്നത്, അങ്ങനെ ഒരു രീതി തുടരുന്നത് ഈ അത്ര കട്ടി വേണ്ടെന്ന് പറയുന്നത് കൊണ്ടാണോ? പിണറായിയുടെ നട്ടലിന് അത്ര കട്ടി വേണ്ടെന്നാണോ കരുതുന്നത്? ഈ വഴുതി വീണ വഴികളിൽ അത് പ്രതിപക്ഷം മാത്രമല്ല, അതിൽ റീലിട്ടവരുമുണ്ട് ആ ലിസ്റ്റിൽ എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ CPM-ൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ജെ.ടി. തോമസ് പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച്, ഗെയിൽ പൈപ്പ് ലൈൻ ഉൾപ്പെടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ജെയ്ക്കിനോടൊന്ന് ചോദിക്കുകയാണ്, ജെയ്ക്ക് കേരളം പിറവി കൊണ്ട കാലം മുതൽ ഇവിടെ ഭരണത്തിൽ ഉണ്ടായിരുന്നവരാണല്ലോ നിങ്ങൾ, CPM-ഉം കോൺഗ്രസും ഒക്കെ മാറി മാറി. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നാഷണൽ ഹൈവേ ഉൾപ്പെടെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത്ര ചരിത്രപരമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാത്രമേ സാധിച്ചുള്ളല്ലോ? അത് ഇവിടുത്തെ BJP സർക്കാർ, മോദി സർക്കാർ ഭരിക്കുന്ന കാലത്ത് മാത്രമാണല്ലോ സാധിച്ചത്. അപ്പോൾ ഓർക്കുക, ഈ ആരുടെ ഇച്ഛാശക്തിയാണ്, ആരുടെ ദൃഢനിശ്ചയമാണ്, വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആരുടെ ആഭിമുഖ്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, ഇന്ത്യയുടെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം, അവർക്ക് ഗതാഗതം ഉണ്ടാവണം, അവർക്ക് വികസനം ഉണ്ടാവണം എന്ന ദൃഢനിശ്ചയം ആർക്കുള്ളത് കൊണ്ടാണ്? ആരുടെയൊക്കെ നട്ടലിന്, ആരുടെയൊക്കെ നെഞ്ചിന് വിരിവുള്ളത് കൊണ്ടാണ് ഇത് നമുക്ക് സാധ്യമായത് എന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. നോക്കൂ, 2014 വരെ ഏതാണ്ട് നാഷണൽ ഹൈവേയുടെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 94,000 കിലോമീറ്റർ മാത്രമായിരുന്നില്ലേ? ഇന്നത് 1,45,000 കടന്നുവല്ലോ. അപ്പം ഏതാണ്ട് 37 കിലോമീറ്ററാണ് ഓരോ ദിവസവും ഈ നാഷണൽ ഹൈവേയിൽ അടിസ്ഥാന വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്ര ത്വരിതഗതിയിലുള്ള ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു സംസ്ഥാനത്തിലേക്ക് ഒരു വികസനം കൊണ്ടുവരുമ്പോൾ അത് ആ സംസ്ഥാനത്തെ സർക്കാരുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ആ സർക്കാരിനും അവിടെ ഒരു വലിയ പങ്കുണ്ട്. തീർച്ചയായിട്ടും നാഷണൽ ഹൈവേയിലേക്ക് വന്ന സമയത്ത് ഇവിടുത്തെ സർക്കാരുമായി ചേർന്ന് ഇവിടുത്തെ സർക്കാരുമായി കൂടിയാലോചന നടത്തിക്കൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ നമ്മുടെ ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ എല്ലാ കാര്യങ്ങളിലും, ഇപ്പൊ റേഷൻ അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ സംസ്ഥാന സർക്കാരിലൂടെയാണ് ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്.